ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം BBC അമൃത പ്രീതത്തോട് ഇന്ദിരയെക്കുറിച്ച് ചോദിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു: അതീന്ദ്രിയ ശക്തികളുടെ സംഗീതത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. ഇന്ദിരാഗാന്ധി ജനിച്ച ദിവസം ഏത് അതീന്ദ്രിയ രശ്മികളാണ് ഉത്ഭവിച്ചതെന്നും അവരുടെ മനസ്സിൽ കുടിയേറിയതെന്നും പറയാനാവില്ല. തീർച്ചയായും ഒന്നു മാത്രമേ നമുക്ക് പറയാനാവൂ: ഈ പ്രതിഭാസമാണ് ഏകഭാരത സങ്കല്പം അവരിൽ ഉണ്ടാക്കിയത്. ഈ സ്വപ്നമാണ് അവർ ജനങ്ങളുമായി പങ്കുവച്ചത്. ഈ അഭിമുഖത്തിന് ശേഷം അമൃത പ്രീതം എഴുതി: ആകാശത്ത് ഒരു പ്രകാശവലയം പരക്കുന്നത് ഞാൻ കണ്ടു. പ്രകാശ കണികകൾ കൊണ്ട് നിർമ്മിച്ചത്. അവയിൽ നിന്നും അഭൗമമായ സംഗീതം പൊഴിയുന്നുണ്ടായിരുന്നു. ഒരു വാക്കും മിണ്ടാനാവാതെ ഞാൻ ആ അലൗകിക നാദം കേട്ടുനിന്നു. അപ്പോൾ ഇങ്ങനെ കേട്ടു: ഈ സംഗീതത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, ഇന്ദിരാജി ജനിച്ച ദിവസത്തെ സംഗീതം. സംഗീതവും അന്തരീക്ഷവും മാറി. പ്രകാശത്തിൻ്റെ ചക്രം അഗ്നിയുടെ ചക്രമായി പൊട്ടിത്തെറിയുടെ ശബ്ദമുയർന്നു. പക്ഷേ അതിനും ദിവ്യമായ ഒരു താളമുണ്ടായിരുന്നു. ആ പഴയ ശബ്ദം വീണ്ടും കേട്ടു. ഇന്ദിരാജിക്ക് വെടിയേറ്റപ്പോഴുണ്ടായ അഭൗമ സംഗീതമാണത്.